രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സാരഥിയാക്കുന്നതിനെ ചൊല്ലി പല ഭാഗത്തു നിന്നും മുറുമുറുപ്പുകൾ ഉയർന്നു തുടങ്ങി. അത് പാർട്ടി നേതൃത്വത്തിൽ നിന്ന് മാത്രമല്ല, മറ്റ് പാർട്ടികളിൽ നിന്നുപോലുമാണ് എന്നതാണ് വസ്തുത. കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും ഒക്കെ പാർട്ടി മാത്രമാണ് ജീവിതം എന്ന് കരുതി പരിശ്രമിച്ചതൊക്കെ വെറും പാഴ്വേലാക്കി മാറ്റിക്കൊണ്ടാണ് ഇന്നലത്തെ മഴയത്ത് പൊട്ടിമുളച്ച രാജീവ് ചന്ദ്രശേഖരനും ബി.ജെ.പി അധികാരത്തിന്റെ താക്കോൽ കൂട്ടം കൈമാറുന്നത്. താക്കോൽ ശോഭാ സുരേന്ദ്രന്റെ കയ്യിലാണ് എന്ന് പറയുന്നെങ്കിലും അതൊക്കെ വെറും പറച്ചിൽ മാത്രമാണെന്ന് സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാകും. പാർട്ടി വിട്ടു പോകാതിരിക്കാനും ശോഭയെ തൽക്കാലം അനുനയിപ്പിക്കാനും മാത്രമുള്ള രാഷ്ട്രീയ ബുദ്ധി മാത്രമാണ് ശോഭയ്ക്ക് താക്കോൽ എന്ന വലിയ ഡയലോഗിന് പിന്നിൽ. ഇപ്പോൾ ബി.ജെ.പിയുടെ ഈ രണ്ടും ഘട്ട നീതിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യരാണ്. മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനാകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിനു പിന്നാലെ ബി.ജെ.പിയെ പരിഹസിച്ച് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ രംഗത്തു വന്നു. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ടെന്നും കോർപ്പറേറ്റ് മാധ്യമ മുതലാളി ബി.ജെ.പിയെ വിലയ്ക്ക് വാങ്ങിയെന്നും സന്ദീപ് പറഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സന്ദീപിന്റെ ഈ പരിഹാസം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിയെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട് പിണങ്ങിപ്പോയ ജി സംസ്ഥാന പ്രസിഡന്റായി വരുന്നു. അന്ന് ജിയെ കാലുവാരിയ സംസ്ഥാന ജില്ലാ അധ്യക്ഷന്മാർക്കൊക്കെ 8ന്റെ പണി കിട്ടാനാണ് സാധ്യതയെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട്. ഞായറാഴ്ച ചേർന്ന ബി.ജെ.പി കോർ കമ്മിറ്റി യോഗമാണ് രാജീവ് ചന്ദ്രശേഖറിനെ അധ്യക്ഷനായി നിർദ്ദേശം ചെയ്തത്. ഔദ്യോഗിക പ്രഖ്യാപനം തിങ്കളാഴ്ച ചേർന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ഉണ്ടാകും. എം.ടി. രമേശ്, ശോഭാ സുരേന്ദ്രൻ, വി മുരളീധരൻ എന്നിവരും സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ദയനീയമായി തഴയപ്പെട്ടു. 5 വർഷമായി സംസ്ഥാന അധ്യക്ഷ സ്ഥാനം തുടരുന്ന കെ സുരേന്ദ്രൻ സ്ഥാനമൊഴിയും. കേരളത്തിൽ പുതിയൊരു മുഖം നേതൃസ്ഥാനത്തേക്ക് വരട്ടെ എന്ന ദേശീയ നേതൃത്വത്തിന്റെ നിലപാടാണ് രാജീവ് ചന്ദ്രശേഖറിന് അനുകൂലമായി മാറിയത്. കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖറിനെക്കാളും ചെറുപ്പക്കാർ ആരും ഉണ്ടായിരുന്നില്ല എന്നാണോ ഇതിന്റെ അർത്ഥമെന്ന് ആലോചിക്കണം. അതൊന്നുമല്ല, ഒന്നുകിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന കോർപ്പറേറ്റ് മുതലാളി ബി.ജെ.പി പ്രസ്ഥാനത്തെ വിലക്കെടുത്തു എന്ന് വേണം കരുതാൻ. അതല്ലെങ്കിൽ ബി.ജെ.പി പ്രസ്ഥാനം രാജീവ് ചന്ദ്രശേഖർ എന്ന കോർപ്പറേറ്റ് മുതലാളിയെ കൂടി തങ്ങളുടെ ഒപ്പം കൂട്ടി ബി.ജെ.പിക്ക് സ്വതവേ കോർപ്പറേറ്റ് മുതലാളികളോടുള്ള അനുഭാവവും തങ്ങളുടെ കൊള്ളരുതായ്മകൾ പുറത്തു കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി ഒരു വൻ കോർപ്പറേറ്റ് മാധ്യമ സ്ഥാപനത്തിൽ പിടിമുറുക്കിയതാണ് ഇതിന് പിന്നിലെന്നും അനുമാനിക്കേണ്ടി വരും. സാമുദായിക നേതാക്കളുമായി രാജീവ് ചന്ദ്രശേഖറിനുള്ള അടുപ്പവും കേന്ദ്ര നേതൃത്വം പരിഗണിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ശശി തരൂരിനെതിരെ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട, കോർപ്പറേറ്റ് മാധ്യമ മുതലാളി ബി.ജെ.പിയെ വിലയ്ക്ക് വാങ്ങി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിയെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട് പിണങ്ങിപ്പോയ ജി സംസ്ഥാന പ്രസിഡന്റായി വരുന്നു. അന്ന് ജിയെ കാലുവാരിയ സംസ്ഥാന ജില്ലാ അധ്യക്ഷന്മാർക്കൊക്കെ 8ന്റെ പണി കിട്ടാനാണ് സാധ്യത. ശബരിമല സമരകാലത്ത് ഏഷ്യാനെറ്റ് സ്വീകരിച്ച നിലപാട്, ഏറ്റവും ഒടുവിൽ കുംഭമേള, ഇതൊക്കെ എളുപ്പം മറക്കാൻ ബി.ജെ.പി പ്രവർത്തകർക്ക് എങ്ങനെ കഴിയും? ഇ.പി. ജയരാജന്റെ വൈദേഹം റിസോർട്ടിൽ പങ്കാളിത്തമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയിലാണ് കേരള ബി.ജെ.പി. രാജീവ് അധികാരത്തിൽ വരുന്നതോടുകൂടി രാജീവിനെതിരെ പ്രവർത്തിച്ച മുഴുവൻ ബി.ജെ.പിക്കാരും അങ്കലാപ്പിലാണ്. ഇനി കേരളം കാണാൻ പോകുന്നത് ബി.ജെ.പിക്കാരുടെ തമ്മിൽ തല്ലാണ്. മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തകരായി ബി.ജെ.പിക്ക് വേണ്ടി ഇത്രയും കാലം അഹോരാത്രം പണിയെടുത്തവരെയൊക്കെ തഴഞ്ഞുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരെ പോലെ ഒരു കുത്തക മുതലാളിയെ ബി.ജെ.പി തന്റെ അധികാരത്തിന്റെ സിംഹാസനം ഏൽപ്പിച്ചു കൊടുത്തതിനു പിന്നിലെ രാഷ്ട്രീയ കുതന്ത്രം എന്തെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.